വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് റിസർച്ച് ചെയ്യുന്ന ഒരു ഓൺലൈൻ ജോബ് എന്ന് പറയുന്നതാണ് കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് അല്ലേ. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ജോബ്, പ്രത്യേകിച്ച് ഈ റൈറ്റിംഗ് ജോബ്, ഡേറ്റ എൻട്രി ജോബ്, കോപ്പി റൈറ്റിംഗ് ജോബ് ഒക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും മിക്കവാറും ഫേക്കായിട്ടുള്ള ജോബായിരിക്കും കിട്ടുക. പക്ഷേ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഓഫർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ അഡ്രസ്സും കൂടി ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് നോക്കി ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിക്കാമെങ്കിൽ അന്വേഷിച്ചിട്ടൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജോബിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് നിങ്ങളോട് പറയുക മാത്രമാണ് എൻ്റെ ഡ്യൂട്ടീസ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ പോയി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ അന്വേഷിക്കുക. ഇത് ജെനുവിനിറ്റി ഉള്ള കമ്പനിയാണോ എന്ന് അന്വേഷിക്കുക. അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സ് ഉൾപ്പെടെയാണ് തരുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അതല്ല നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിക്കുക. കാരണം ഇതിന് നല്ല എമൗണ്ട് സാലറി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 30,000-നും 40,000-നും ഒക്കെ ഇടയ്ക്കാണ് സാലറി കിട്ടുക. അപ്പം ഇതുപോലെയുള്ള ഒരു ജോബിന് ഇത്രയും സാലറി കിട്ടുക എന്നൊക്കെ പറയുന്നത് ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഓഫറാണ്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അന്വേഷിച്ചിട്ട്, ചിലരുണ്ട് സാലറി കാണുമ്പോഴേ ചാടിക്കറി ഉടനെ അപ്ലൈ ചെയ്യുക. അങ്ങനെയല്ല, നിങ്ങൾക്ക് സാലറി അട്രാക്റ്റീവ് ആണ്, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. അപ്പോൾ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ജോബാണ് വരിക. മന്ത്ലി നമുക്ക് 30,000-നും 40,000-നും ഇടയ്ക്ക് സാലറി കിട്ടും. ഇത് പെർമനൻ്റ് ആണ്. അതുപോലെ തന്നെ ഫുൾ ടൈം ജോബാണ് വരിക. അപ്പം ബാക്കി അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ എത്ര വേണമെന്നൊക്കെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ പറഞ്ഞതുപോലെ കണ്ടന്റ് റൈറ്റിൻ്റെ ജോബ് വേക്കൻസിയാണ് വരുന്നത്. തിരുവനന്തപുരത്താണ് വേക്കൻസി ഉള്ളത്. പെർമനൻ്റ് ആണ്. അതുപോലെ തന്നെ ഫുൾ ടൈം ജോബാണ് വരിക. സാലറിയെക്കുറിച്ച് സ്പെസിഫൈഡ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ടൈം ജോബാണ് വരിക. അപ്പോൾ ഇതിനകത്ത് അവർ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി, നമ്മൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാം. പരസ്യങ്ങൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയ വിവിധ മാർക്കറ്റിംഗ് പ്രൊമോഷണൽ മെറ്റീരിയലുകൾക്കായി ഉയർന്ന നിലവാരം ഉള്ളതും ആകർഷകവുമായിട്ടുള്ള കോപ്പിറൈറ്റ്സുകൾ അല്ലെങ്കിൽ കണ്ടന്റ് നമ്മൾ വികസിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആകർഷകവും യാഥാർത്ഥ്യവുമായ പരസ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നല്ല അട്രാക്റ്റീവായിട്ടും അതുപോലെ തന്നെ നല്ല ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ റൈറ്റ് ചെയ്ത് നൽകണം. ഇമെയിൽ വാർത്താക്കുറിപ്പുകൾക്കായി കണ്ടന്റ് കോപ്പിറൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇമെയിലിന് വേണ്ടുന്ന എന്ന് വെച്ചാൽ നമുക്ക് വാർത്തകൾ കൊടുക്കാനും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കാനും പറ്റത്തക്ക രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇൻഫോസിസ് ലേഖനങ്ങൾ, പോസ്റ്റുകൾ എന്നിവ ചിത്രീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് റൈറ്റുകൾ നൽകുക അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് പിന്നെ പരസ്യങ്ങൾക്കും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടീമിനെ സഹായിക്കത്തക്ക രീതിയിലും ഒക്കെ ഉള്ള കണ്ടന്റ്. എന്ന് വെച്ചാൽ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പനിയുടെ പ്രോഡക്റ്റിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റ് ഇപ്പം ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടുന്ന കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്തുമാത്രം ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആൾക്കാരത് കണ്ടിട്ട് അത് പർച്ചേസ് ചെയ്യണം. അതുപോലത്തെ ഉള്ള കണ്ടൻറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അഡ്വർടൈസ്മെൻറ്റിലാണേലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസ്റ്റിങ്ങിനാണേലും മെയിലിനാണേലും ഒക്കെ വേണ്ടത്. അതിന് പറ്റത്തക്ക രീതിയിലുള്ള കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്.
ഇതിന് നമുക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരിക ബാച്ചിലർ ഡിഗ്രിയാണ് വരുന്നത്. മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം ഓർ റിലേറ്റഡ് ഫീൽഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഡിഗ്രി, ബാച്ചിലർ ഓഫ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, കോപ്പി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്തിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ സ്കിൽ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനുമായിട്ടുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. സ്ട്രോങ് റൈറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് സ്കില്ല് വിത്ത് കിങ് ഐസ് ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് വേണ്ടതാണ് സ്ട്രോങ് റൈറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് സ്കില്ല്. നന്നായിട്ട് എഡിറ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമുക്ക് വേണം. അതുപോലെ തന്നെ എബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് മാനേജ് മൾട്ടിപ്പിൾ പ്രോജക്റ്റ് സിമുലേറ്റ്സി. അപ്പോൾ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്കിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം. പിന്നെ താല്പര്യമുള്ളവർ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ ലിങ്ക് വഴി അപ്ലൈ ചെയ്യുക, ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല പെട്ടെന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.